ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ഇറാനെ ഇടിച്ചു നിരത്തി ഇസ്രായേൽ. ഫോർഡോ ആണവ നിലയത്തിനരികെ വൻ സ്ഫോടനം. ആയത്തുള്ള ഖമേനിയെ ബങ്കറിൽ ഒളിപ്പിച്ചു. ടെൽ അവീവിലെ US എംബസിയിൽ ഇറാൻ ആക്രമണം. അമേരിക്കയുടെ നീക്കം ഉറ്റുനോക്കി ലോകം. പ്രധാനമന്ത്രിക്ക് സൈപ്രസ് പാലസിൽ വൻ സ്വീകരണം. ഇന്ന് കാനഡയിലേക്ക് തിരിക്കും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇറാൻ ഇസ്രായേൽ യുദ്ധം ചർച്ചയാകും. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. എയർ ഇന്ത്യ വിമാനത്തിന് വീണ്ടും സാങ്കേതിക തകരാർ. ഡൽഹിക്ക് പുറപ്പെട്ട ബോയിംഗ് 787 ഡ്രീം ലൈനർ ഹോങ്കോങ്ങിലേക്ക് തിരിച്ചുവിട്ടു. ലക്നൌവിൽ ലാൻഡിംഗിനിടെ സൗദി എയർലൈൻസിന് തീപിടിച്ചു. അഹമ്മദാബാദ് ദുരന്തത്തിൽ മരിച്ച വിജയ് രൂപാണിക്ക് അന്ത്യാഞ്ജലി. മരിച്ചവരിൽ 92 പേരെ തിരിച്ചറിഞ്ഞു. കലിതുള്ളി പെരുമഴ. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. ട്രെയിനുകൾ വൈകി ഓടുന്നു. തണ്ണീർത്തടം നികത്താൻ പുതിയ തന്ത്രവുമായി KGS ഗ്രൂപ്പ്. ആറന്മുളയിൽ പുതിയ പദ്ധതിക്ക് നീക്കം. ഇലക്ട്രോണിക് ക്ലസ്റ്ററിന് IT വകുപ്പിനെ സമീപിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വേണമെന്നും ആവശ്യം. നീക്കം വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ച അതേ ഭൂമിയിൽ. വാട്സാപ്പ് വഴി മുത്തലാഖ് ചൊല്ലൽ. വീണ്ടും പരാതിയുമായി കാസർഗോഡ് ദേലമ്പാടി സ്വദേശിനി. സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന് ഖദീജ. അമ്പലപ്പുഴയിൽ കടൽ തീരത്ത് ടാങ്കർ അടിഞ്ഞത്. വാൻഹായ് 503 കപ്പലിലേതെന്ന് സംശയം. ഒഴിഞ്ഞ കണ്ടെയ്നറെന്ന് സ്ഥിരീകരണം. ആശങ്ക വേണ്ടെന്ന് ജില്ലാ കലക്ടർ. വിശദമായ വാർത്തകളിലേക്ക്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ US എംബസിക്ക് കേടുപാട്. ടെലവീവിലെ US എംബസിക്കാണ് നാശനഷ്ടം നേരിട്ടത്. എംബസിയിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്നാണ് വിവരം. അതേസമയം ആക്രമണവും തിരിച്ചടിയും കടുക്കുന്നതിനിടെ ഇറാനെ പാകിസ്ഥാനും കൈയൊഴിഞ്ഞു. ഇറാനെതിരെ ഇസ്രായേൽ അണുബോംബ് പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ വാദമാണ് പാക് പ്രതിരോധ മന്ത്രി തള്ളിയത്. ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ പലായനം ചെയ്യുന്നത് തുടരുകയാണ്. ഇറാൻ പരമോന്നത നേതാവിനെയും കുടുംബത്തെയും ബങ്കറിൽ ഒളിപ്പിച്ചതായാണ് വിവരം. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, ആകെ അശാന്തിയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വീണ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ടെലവീവിലെ അമേരിക്കൻ എംബസിയുടെ കാര്യാലയത്തിന് നേരെ ഒരു ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ആ കാര്യാലയത്തിന് നിസ്സാരമായ കേടുപാടുകൾ സംഭവിച്ചു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഏറെ നിർണായകമായി ഈ പ്രശ്നത്തിൽ സംഭവിക്കുന്നത്, അതായത് ഈ കേടുപാടുകൾ സംഭവിച്ചത് ഒരു അമേരിക്കൻ അസറ്റിനാണ് എന്നതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ അസറ്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ കടുത്ത നടപടികൾ ഉണ്ടായിരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഇത്തരത്തിലൊരു ഭീഷണി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അമേരിക്കയുടെ കപ്പലുകളെയും അതുപോലെ തന്നെ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയവരുടെ പടക്കപ്പലുകളിലെ ആ മേഖലയിൽ വിന്യസിച്ച പടക്കപ്പലുകളിലേക്ക് ആക്രമണം നടത്തും, ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ എന്ന നിലപാടുകളെല്ലാം തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ തുടർ നടപടികളിലൊന്നും തന്നെ അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടായില്ല എന്നിരിക്കെയാണ് ഇന്ന് ഇപ്പോൾ ഇസ്രായേലിലെ എംബസിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എംബസിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ എംബസി അധികൃതർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് അമേരിക്ക അതിനോട് പ്രതികരിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ വിഷയമായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഇറാൻ്റെ വിവിധ മേഖലകളിൽ നടത്തുന്നത്. ഫോർഡോ ആണവ കേന്ദ്രത്തിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ആക്രമണം നടത്തുകയും ഈ വെള്ളിയാഴ്ച ഉൾപ്പെടെ വലിയ തോതിലുള്ള ആക്രമണം വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായി നടക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആണവ കേന്ദ്രത്തിൽ നിന്നും വലിയൊരു പൊട്ടിത്തെറി ശബ്ദം ഇന്ന് കേൾക്കുകയും അത് ഒരു 2.5 റിക്ടർ റീഡിംഗ് ഉള്ള ഒരു ഭൂകമ്പത്തിന് സമാനമായ പ്രകമ്പനം സൃഷ്ടിച്ചതായി റീഡിംഗ് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് വലിയ തോതിലൊരു ആക്രമണമാണ് നടന്നിട്ടുള്ളത് ആണവ കേന്ദ്രങ്ങളിൽ എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തൊരു നിഗമനത്തിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ
സാധിക്കുന്നത്. 3 ആണവ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ കടുത്ത ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയും ആണവായുധങ്ങളായി രൂപീകരിച്ചിരിക്കുന്ന സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിൽ നിന്നും ഇറാനെ കൃത്യമായി തടയാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ്റെ ഇടപെടൽ സംബന്ധിച്ചാണ്. പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഇറാനെതിരെ നടത്തുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ അതിനെ പ്രതിരോധിക്കുമെന്ന ഒരു നിലപാട്, അതായത് പാകിസ്ഥാൻ ആക്രമണം നടത്തി തന്നെ അതിനെ പ്രതിരോധിക്കുമെന്നൊരു നിലപാട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് നേരത്തെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു നിലപാടും പാകിസ്ഥാനില്ല. മറിച്ച് ഒരു സഖ്യമുണ്ടാക്കുന്ന കാര്യം ആലോചിക്കാം എന്ന നിലപാട് നേരത്തെ അറിയിച്ചിരുന്നു എന്നതിനപ്പുറം ആക്രമിക്കുകയോ കൃത്യമായ ഒരു പ്രതിരോധ രംഗത്ത് സൈനികമായൊരു നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യില്ല എന്ന കൃത്യമായ നിലപാട് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പുറത്തു വരികയും ചെയ്തിരിക്കുന്നതോടെ ഇറാൻ വീണ്ടും ഒറ്റപ്പെട്ടു എന്നതാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും സുപ്രധാനമായ സൂചന. മറ്റൊരു സുപ്രധാന വിഷയം ഇത്തരത്തിലുള്ള പലായനത്തിൻ്റെ വിഷയങ്ങൾ തന്നെയാണ്. ടെഹ്റാനിൽ അതിശക്തമായ ആക്രമണം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി പേർ പലായനം ചെയ്യുന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തു. സമാനമായ രീതിയിൽ തിരിച്ചാക്രമണം നടത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തുന്നുണ്ട് എങ്കിൽ കൂടി അതിന് എടുക്കേണ്ടവരെല്ലാം തന്നെ ഒളിവിലോ അല്ലെങ്കിൽ അത്തരത്തിൽ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ മേലധികാരികളെല്ലാം തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, ഇൻ്റലിജൻസ് മേധാവികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ തോതിൽ ഒരു ആൾനഷ്ടം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ ഒരു ആക്രമണത്തിനോ അല്ലെങ്കിൽ തിരിച്ചടിക്കോ ഇറാന് സാധ്യമാകാത്ത ഒരു അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലാണെങ്കിൽ അതിശക്തമായി ആണവ ഭീഷണിയെ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. സ്വാഭാവികമായും ടെഹ്റാനിലും മറ്റും ഉണ്ടായിരിക്കുന്ന ഇന്നലെ 2 പ്രധാനപ്പെട്ട എണ്ണ റിഫൈനറികളിലെല്ലാം തന്നെ വലിയ ആക്രമണങ്ങൾ നടന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ഇടങ്ങളിൽ വലിയ തോതിൽ അഗ്നിബാധ പോലും ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നും ജനങ്ങൾ പലായനം ചെയ്യുന്നൊരവസ്ഥ പോലും ഉണ്ടായി. അത്തരത്തിൽ വൻതോതിലുള്ള ഒരു ആക്രമണത്തിൽ ഇറാൻ വൻതോതിൽ തകർന്നടിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ അതിശക്തമായ പ്രതിഷേധം അല്ലെങ്കിൽ ആക്രമണം തുടരുകയും ചെയ്യുകയാണ്. വീണ, ശരിയായി സർ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സംസ്കാര ചടങ്ങ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടക്കും. ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. അതേസമയം വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ 92 പേരെ തിരിച്ചറിഞ്ഞു. 5 പേരുടെ DNA സാമ്പിളുകൾ വീണ്ടും പരിശോധിക്കും. ഇതിൽ 47 പേരുടെ മൃതദേഹങ്ങൾ വിട്ടുകൊടുത്തു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, ഏറ്റവും സങ്കടകരമായ ദൃശ്യങ്ങളിലൂടെയാണ് അല്പസമയം മുമ്പ് കടന്നുപോയത്. വിജയൻ രൂപാണിയുടെ മൃതദേഹം എത്തിക്കുന്നു, അന്തിമോപചാരം അർപ്പിക്കുന്ന കുടുംബാംഗങ്ങളെയും ഒക്കെ കണ്ടു. അതുപോലെ തന്നെ നമുക്കറിയാം മറ്റ് 91 തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ 40-ലധികം മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഈ കാഴ്ചകൾ ഓരോ വീടുകളിലും ഇങ്ങനെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞേക്കും. വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, വിജയ് രൂപാണിയുടെ ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കഴിഞ്ഞിരിക്കുന്നു. 11:30 ഭൗതികദേഹം കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങി. ഇപ്പോൾ ഹെലികോപ്റ്റർ മാർഗം ഈ ഭൗതികദേഹം രാജ്ഘട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 മണിയോടുകൂടി നടക്കും. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിജയ് രൂപാണി അദ്ദേഹം 2016 മുതൽ 2021 വരെയുള്ള 5 വർഷ കാലഘട്ടം ഗുജറാത്തിനെ നയിച്ച ഗുജറാത്തിന്റെ 16ാമത് മുഖ്യമന്ത്രിയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ആയിരുന്നു. അതിനാൽ സമൂഹത്തിന്റെ നാനാ തുറയിൽപ്പെട്ട ആളുകൾ ഈ സംസ്കാര ചടങ്ങിന്റെ ഭാഗമാകാനായി രാജ്ഘട്ടിലേക്ക് വൈകുന്നേരം എത്തും. അതേസമയം നിരവധി മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ബന്ധുക്കൾക്ക് കൈമാറുന്നതും അഹമ്മദാബാദിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. DNA പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഫ്ലൈറ്റിനകത്ത് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധ്യമാകുകയുള്ളൂ. മുഴുവൻ ശരീരവും കത്തിക്കഴിഞ്ഞ നിലയിലാണ്. അതിനാൽ ഈ സാമ്പിളുകൾ പരിശോധിക്കുന്ന നടപടികൾ ഇപ്പോഴും അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് തുടരുന്നത്. ഏതാണ്ട് 230ഓളം അടങ്ങുന്ന ഒരു ടീം തന്നെ ഇതിന്റെ ഏകോപനത്തിനായി ഗുജറാത്ത് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീണ, ഓക്കെ, ശരി ഗൗതം. അതേസമയം സാങ്കേതിക തകരാറിനെ തുടർന്ന് എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ തിരിച്ചുവിട്ടു. ഡൽഹിക്ക് പുറപ്പെട്ട വിമാനം ഹോങ്കോങ്ങിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. അഹമ്മദാബാദിൽ ബോയിങ് 787 വിമാനം തകർന്നതിനെ തുടർന്ന് ഈ വിമാനങ്ങളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതിനിടെ ബോംബ് ഭീഷണിയെ തുടർന്ന് ഹൈദരാബാദ് ലുഫ്താൻസ വിമാനം ഫ്രാങ്ക്ഫർട്ടിലേക്ക് തിരിച്ചുവിട്ടു എന്ന വിവരവുമുണ്ട്. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ ഏത് തരത്തിൽ പാലിക്കപ്പെട്ടു എന്നുള്ളതാണ്? വീണ്ടും ഒരു സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു, ഹോങ്കോങ്ങിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിമാനത്തിന്റെ ഗതി എന്താണ്? ഇപ്പോൾ അത് എങ്ങോട്ടേക്ക് പോയിരിക്കുന്നു? അവിടെ എത്തിച്ചേർന്ന വിവരങ്ങൾ?
തീർച്ചയായും ഈ വിമാനം ഹോങ്കോങ്ങിലേക്ക് തിരിച്ചിറക്കിയ വിമാനത്തിൽ സാങ്കേതിക തകരാറുകൾ, സമാനമായ വിമാനം, അതായത് ഈ ബോയിങ് ഡ്രീം ലൈനറാണ് ഇത്തരത്തിൽ തിരിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വീണ്ടും ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അഹമ്മദാബാദിൽ അപകടമുണ്ടാക്കിയ അതേ മോഡലുള്ള അതേ വൈഡ് ബോഡി വിമാനം തന്നെയാണ് ഇപ്പോൾ തിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഡൽഹിക്ക് പുറപ്പെട്ട വിമാനമാണ് ഹോങ്കോങ്ങിലേക്ക് തന്നെ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഡൽഹിക്ക് പുറപ്പെടും മുമ്പ് ഒരു സാങ്കേതിക പ്രശ്നം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഈ സാങ്കേതിക പ്രശ്നം റിപ്പോർട്ട് ചെയ്തതോടുകൂടി നിലവിലെ ജാഗ്രതാ സംവിധാനങ്ങൾ, നമുക്കറിയാവുന്നതാണ്, DGCA ഉൾപ്പെടെ ഈ ബോയിങ് ഡ്രീം ലൈനർ വിമാനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ കൂടി കൃത്യമായ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ മുന്നോട്ട് വെച്ച ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെയാണ് അടിയന്തരമായി വിമാനം തിരിച്ചിറക്കേണ്ട ഒരു പശ്ചാത്തലം ഉണ്ടായതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സൂചനകൾ പ്രകാരം സാങ്കേതിക തകരാറുകളോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ എന്താണെന്ന് കൃത്യമായി നിരീക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എങ്കിൽ കൂടി വിമാനങ്ങൾ ഈ സമാന മോഡലുള്ള 787 ബോയിങ് ഡ്രീം ലൈനർ വിമാനങ്ങളിൽ ഇതുപോലെ സാങ്കേതിക പ്രശ്നങ്ങൾ തുടർച്ചയായി കാണുന്നത് മൂലം നടപടികളിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഇപ്പോൾ ലഭ്യമായ, അതായത് എയർ ഇന്ത്യയുടെ കൈവശമുള്ള വിമാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പരിശോധന നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. വീണ. അതേസമയം ലക്നൌവിൽ ലാൻഡിങ്ങിനിടെ സൗദി എയർലൈൻസിന്റെ വിമാനത്തിന് തീപിടിച്ചു. വലിയ അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ്. വിമാനത്തിൽ ഉണ്ടായിരുന്ന 250 യാത്രക്കാരും സുരക്ഷിതരാണ്. പെയ്തൊഴിയാതെ സംസ്ഥാനത്ത് ഇന്നും മഴ കനത്ത് പെയ്യുകയാണ്. 5 ജില്ലകൾക്ക് റെഡ് അലർട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ശക്തമായ മഴയുടെ സാഹചര്യത്തിൽ 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലയോര തീരദേശ മേഖലകളിലെല്ലാം മഴ ശക്തമാകും. ഈ സാഹചര്യത്തിൽ 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട അടക്കമുള്ള 11 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുട്ടനാട് താലൂക്കിലുമാണ് അവധി. നാളെ 5 ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് റെഡ് അലർട്ട്. 6 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. 3.2 മീറ്റർ മുതൽ 3.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ജനം, തിരുവനന്തപുരം. തീരദേശ ജനതയോട് സർക്കാർ കരുണ കാണിക്കണമെന്ന് വെട്ടുകാട് മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ. കടൽക്ഷോഭം ശക്തമായിട്ടും ഇടതു വലത് മുന്നണികൾ ഒന്നും ചെയ്യുന്നില്ല. കടൽക്ഷോഭത്തിൽ വീടുകൾ നഷ്ടമായത് അറിയിച്ചിട്ടും പ്രാദേശിക ഇടതു വലത് നേതാക്കന്മാർ എത്തിയില്ലെന്നും തീരദേശ ജനത പറയുന്നു. ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ട്. തലസ്ഥാന ജില്ലയിൽ അതിശക്തമായ കാറ്റ്, അതിശക്തമായ കടൽക്ഷോഭമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീരദേശ മേഖല അമ്പാടെ തകരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി, നിരവധി വീടുകൾ കംപ്ലീറ്റ് ആയി നിലം പതിക്കുന്ന കാഴ്ച, കടലിൽ പതിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഏത് നിമിഷവും കടലിൽ പൊത്തും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന വീടുകൾ നമുക്ക് കാണാം. ഈ വീടിന് തൊട്ട് സമീപത്തുള്ള വീടാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി പൂർണ്ണമായും കടലിൽ പതിച്ചത്. ഇപ്പോൾ ആ വീടിൻ്റെ അടിഭാഗമൊക്കെ കണ്ടാൽ അറിയും ഏത് നിമിഷവും അത് പൂർണ്ണമായും അത് കടലിലേക്ക് വീഴുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അതിൻ്റെ അടിഭാഗത്തൊന്നും തന്നെ കോൺക്രീറ്റുകളോ ഒന്നും തന്നെ ഇല്ല. ഈ ശക്തമായ കടൽ കയറുന്നു, ഒപ്പം തന്നെ ശക്തമായ കടൽ അടിക്കുന്നതിന് മുഖേന ഇതെല്ലാം തന്നെ കടലിലേക്ക് പോവുകയാണ്. ഇപ്പോൾ തീരദേശവാസികൾ അവരുടെ സുരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ വീടുകൾ സംരക്ഷിക്കാൻ, അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാനായിട്ടുള്ള ഇടപെടൽ അവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തുനിന്നും ലഭ്യമായ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുലിമുട്ടിന് സമാനമായി ചാക്കുകളിൽ മണൽ നിറച്ച് ഇവിടെ ഭിത്തി പോലെ നിർമ്മിച്ചുകൊണ്ടൊരു സുരക്ഷാ ഭിത്തി അവർ തന്നെ സ്വന്തം നിലയിൽ ഒരുക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടുകാട് ശംഖുമുഖം വാർഡുകളുടെ ഇടയിലാണ്. 2 വാർഡുകൾ ഒരുമിക്കുന്ന ഒരു ഭാഗത്താണ്. 2 വാർഡുകളുടെയും അധികാരികളെ ഇവർ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ യാതൊരു രീതിയിലുമുള്ള നടപടികൾ വാർഡ് മെമ്പർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. പ്രദേശവാസികൾ അടക്കമുള്ളവർ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇപ്പം ചേട്ടൻ്റെ വീടും ഈ അപകട ഭീതി തന്നെയാണോ? അതെ, എൻ്റെ വീടാണ് ഈ കാണുന്നത്. ഇത് നമ്മളൊരു അളിയൻ്റെ വീടാണ്. അപ്പോൾ 2 വീടിനും സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്.
അപ്പോൾ 3-4 ദിവസം കൊണ്ട് രണ്ട് പാർട്ടിക്കാരും ഏത് പാർട്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോണ് എടുക്കുന്നില്ല. അതിനുള്ള ഒരു പാർട്ടിയുള്ള ഒരു അധികാരികളും വന്ന് ഇതിനുമായിട്ട് ബന്ധപ്പെടുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ സ്വന്തം റിസ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വെട്ടുകാട് പള്ളിയുടെ നേതൃത്വത്തിൽ ആണ് ചാക്കും തന്നു. അവർ ലോഡ് ക്ലേയും മണലും നമുക്ക് ഇറക്കി തരുന്നത്. അവർ പള്ളിയുടെ ചിലവല്ല, അവർ ഒരു റിസ്കിൽ ലെറ്റർ കൊടുത്തിട്ട് അവിടെ നിന്ന് ക്ലേയിൽ നിന്ന് മണലിറക്കി തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു ലോഡിന് ഇത്ര രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ജോലിക്കാർ 10-15 ജോലിക്കാരുണ്ട്, അവർക്ക് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇതിൽ ഒരു പാർട്ടിയുടെ പങ്കാളിത്തമോ ഒരു ആനുകൂല്യമോ നമുക്ക് ലഭിക്കുമെന്ന് ഇനി പ്രതീക്ഷയില്ല. കാര്യം ഇനിയിപ്പോൾ അവരിപ്പോൾ ഇലക്ഷൻ വരുന്നത്, സാധാരണ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഇത്തരം ആപത്തുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും പാർട്ടിക്കാർ വരുന്നതാണ്. പക്ഷേ രണ്ട് പാർട്ടിക്കാരും ഈ കടൽക്ഷോഭത്തിൽ ഇത് മാത്രമല്ല, ഒരുപാട് വീടുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെയുള്ളൊരു വളരെ ബുദ്ധിമുട്ടാണ് തീരദേശത്തുള്ള ഞങ്ങൾക്ക്. അതിനുള്ള ഒരു പോംവഴി ഇപ്പോഴത്തെ സർക്കാർ കണ്ണു തുറക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അടുത്തൊരു വീട് പോയി നിൽക്കുകയാണ്, അപ്പം വലിയ ആശങ്കയുണ്ടല്ലോ ഇവിടെ താമസിക്കാനൊക്കെ. അതെ, വലിയ ആശങ്കയുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ കിടക്കുന്ന വീടിൻ്റെ സേഫ്റ്റി ആയിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഇന്ന വീട്. ഇപ്പോൾ അതും മറിഞ്ഞു പോയി. ഇപ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ എൻ്റെ ഇപ്പോൾ ഈ വീട്ടിലൊരു സേഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുക്കാൽ ഭാഗം ഒടിഞ്ഞു പോയ വീടിൻ്റെ ഒരു സേഫ്റ്റി ഒരു മുക്കാൽ ഭാഗത്തുള്ള നമുക്ക് ഒരു സേഫ്റ്റിയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള വെള്ളങ്ങളും ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കൂടിയാണ് വെള്ളം വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ രണ്ട് വീടും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിപരമായിട്ടും മറ്റുള്ള രീതിയിലേക്കും മേൽത്തട്ടിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആരും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. സൂചിപ്പിച്ചതുപോലെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിന് മുൻപിലായി അടുത്തൊരു നിര വീട് ഇവിടെ ഉണ്ടായിരുന്നു. ആ വീടുകൾ കഴിഞ്ഞ മഴയത്തും ഈ ശക്തമായ കാറ്റിലും ഒക്കെ കടലെടുത്തതാണ്. ആ വീടിന്റെ അവശേഷിപ്പുകൾ നമുക്കിവിടെ കാണാം. ഓടിട്ട ഒരു കെട്ടിടമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺക്രീറ്റും ഉണ്ട്. ആ കെട്ടിടം പൂർണ്ണമായും തകർന്ന് കടലെടുത്തു. അതിന്റെ ചില ഭാഗങ്ങൾ ഇവിടെയുണ്ട്. ആ ഒരു ഭാഗം ഇവിടെ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വ്യക്തിയുടെ വീടാണ് എനിക്ക് പിന്നിലായി കാണുന്നത്. ആ വീടും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീടും കൂടെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരും തിരിഞ്ഞു നോക്കാതെ അവർ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ഇത്തരത്തിൽ സുരക്ഷാ ഭിത്തി അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണം ഒരുക്കുകയും ചെയ്യുന്നത്. കാരണം ഒരു ആയുസിന്റെ നിർമ്മാണമാണ് അല്ലെങ്കിൽ ഒരു ആയുസിന്റെ മുതൽക്കൂട്ടാണ് ഒരു വീട്. ആ വീട് നഷ്ടമാകുമ്പോൾ മാത്രമേ നമുക്ക് അത് അറിയാൻ കഴിയുകയുള്ളൂ എത്രത്തോളം ആശങ്കയാണ്, എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഏകോപിപ്പിക്കുന്നത്. ഈ വീടൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം, ഈ ശക്തമായ തിരമാലയും കാറ്റുമൊക്കെ അടിച്ച വീടുകൾക്ക് കാര്യമായി തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ മുൻപിലൊക്കെ ഇതിൻ്റെ അവശേഷിപ്പുകൾ, മുൻപ് തകർന്ന അവശേഷിപ്പുകൾ ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ഈ ഒരു മേഖലയിൽ മാത്രം താമസിക്കുന്നത്. അതിൽ നൂറുകണക്കിന് വീടുകളുണ്ട്. അതിലെല്ലാം ആളുകൾ താമസിക്കുന്നതാണ്. ആ വീടുകളാണ് ഇന്ന് ആശങ്കയോടുകൂടി നിലനിൽക്കുന്നത്, ആശങ്കയോടുകൂടി തുടരുകയും ചെയ്യുന്നത്. ഇടത് വലത് മുന്നണികളെ അവർ അറിയിച്ചിരുന്നു, പക്ഷേ ഒരു രീതിയിലുമുള്ള സഹായം അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത്. എനിക്ക് പിന്നിലായി കാണാം ആ ഒരു വീടാണ്. ഒരു ആയുസിൻ്റെ സമ്പാദ്യം മുഴുവൻ ചിലവാക്കി നിർമ്മിച്ചൊരു വീടാണ്. ഏത് നിമിഷവും കടലിൽ പതിക്കുമെന്നുള്ള രീതിയിൽ അങ്ങനെ തുടരുകയും ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഇവർക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ഈ കോടികൾ വകമാറ്റി അല്ലെങ്കിൽ കോടികൾ ചെലവഴിച്ച് തീരദേശ സംരക്ഷണത്തിന് ഉപയോഗിക്കുമെന്ന് പറയുന്ന അതേ സർക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള മത്സ്യത്തൊഴിലാളികളെയും അവരുടെ കുടുംബത്തെയും അവഗണിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയായി ഈ മഴക്കാലത്ത് തുടരുന്നത്. എന്തായാലും എല്ലാ ജൂൺ മാസത്തിലും തീരദേശ മേഖലയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ തീരദേശ മേഖലയിലെയും ആളുകൾ അനുഭവിക്കുന്ന തീരാ ദുരിതമാണ്. ആ ദുരിതം ഈ ജൂൺ മാസത്തിലും തുടരുക തന്നെയാണ്. തിരുവനന്തപുരം പാറശാല പരശുവയ്ക്കലിൽ ശക്തമായ മഴയിലും കാറ്റിലും കൂറ്റൻ മരം ഒടിഞ്ഞു വീണ് വീട് തകർന്നു. വീടിനുള്ളിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പരശുവയ്ക്കൽ എള്ളുവിളയിൽ കൂറ്റൻ തേക്കുമരം വീടിന് മുകളിലൂടെ കടപുഴകി വീണത്. പ്രശാന്ത് ഹരിശ്രീ ദമ്പതികളുടെ വീടാണ് തകർന്നത്. അപകടം നടന്ന സമയം രണ്ടുപേരും വീടിനുള്ളിലുണ്ടായിരുന്നു. വീടിന്റെ മേൽക്കൂര തകർന്നു. ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പാറശാല പരശുവയ്ക്കൽ മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മഴ കനത്തതോടെ മഴക്കെടുതിയും രൂക്ഷം. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മംഗലം ഡാമിന്റെയും ശിരുവാണി ഡാമിന്റെയും ഷട്ടറുകൾ ഉയർത്തി. കൊടുവായൂരിൽ വൈദ്യുതി പോസ്റ്റ് കാറിന് മുകളിലേക്ക് വീണ് അപകടമുണ്ടായി. തലനാരിഴയ്ക്കാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഐയും കുടുംബവും രക്ഷപ്പെട്ടത്. തൃത്താലയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മണ്ണാർക്കാട് മഴയിൽ വീട് തകർന്ന വയോധിക മരിച്ചു. മണലടി സ്വദേശി പാത്തുമ്മബിയാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി.
ശക്തമായ കാറ്റിലും മഴയിലും തളിപ്പറമ്പ് പന്നിയൂർ കാലിക്കടവിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. 3 പേർക്ക് പരിക്കേറ്റു. ചെറുകര കൂവൻകുന്നിൽ പുഞ്ചായിൽ ജെയ്സന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് പതിച്ചത്. ജെയ്സന്റെ പിതാവ് തോമസ്, ഭാര്യ സെലീന, മകൻ സനു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പത്തനംതിട്ട മലയാലപ്പുഴയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. വീടിന് മുകളിലേക്ക് മരം വീണ ഗൃഹനാഥന് പരിക്കേറ്റു. താഴം സ്വദേശി കൃഷ്ണൻ നായർ, ഭാര്യ ശ്യാമളകുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടൽക്ഷോഭത്തിൽ നാശത്തിന്റെ വക്കിലായി തിരുവനന്തപുരം ശംഖുമുഖത്തെ ആറാട്ടുകടവ്. കടൽ കയറിയതോടെ തീരം ഇടിഞ്ഞതും നഗരസഭയുടെ കെടുകാര്യസ്ഥതയും ആറാട്ട് മണ്ഡപവും കടവും നശിക്കാൻ കാരണമായിട്ടുണ്ട്. തീരസംരക്ഷണത്തിനായി കോടികൾ ബജറ്റിൽ വകയിരുത്തുമ്പോഴാണ് പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപവും കടവും അവഗണിക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകളായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ഉത്സവത്തിന്റെയും പൈങ്കുനി ഉത്സവത്തിന്റെയും ആറാട്ട് നടക്കുന്ന ശംഖുമുഖത്തെ കടവാണിത്. സർക്കാരിന്റെയും തിരുവനന്തപുരം നഗരസഭയുടെയും അവഗണനയുടെ നേർസാക്ഷ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 2 ഉത്സവങ്ങളിലെ ആറാട്ട് നടക്കുന്ന മണ്ഡപത്തെ സർക്കാർ അവഗണിക്കുന്നുവെന്നും പരാതികൾ ഉയരുകയാണ്. ഇടത് സംഘടനകൾ മാംസാഹാരം പാകം ചെയ്യാൻ കാണിച്ച ആവേശം മണ്ഡപം സംരക്ഷിക്കാൻ കാണിക്കുന്നില്ലെന്നും BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ പറഞ്ഞു. ഇവിടെ കഴിഞ്ഞ ഒരു 2-3 മാസത്തിന് മുമ്പ് ഇവിടെ നടന്ന ഒരു നോൺ വെജിറ്റേറിയൻ ഒരു ആഹാരം വെച്ച് കൊടുത്ത ഒരു സംഭവമുണ്ട്. അതിന് നഗരസഭയുടെ അനുവാദം കൊടുത്തിരുന്നു. അത് വലിയ ആവേശത്തോടു കൂടിയാണ് അത്തരം കാര്യങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുന്നത്. പക്ഷേ ഈ ആറാട്ട് കടവ് സംരക്ഷിക്കുവാനുള്ള യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല. ഇതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോട് മാത്രമുള്ള അവഗണനയല്ല, ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും, എല്ലാ മത വിഭാഗങ്ങളുടെയും, ജാതിമത വിഭാഗങ്ങളുടെയും ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കോടികൾ ഇടത് സർക്കാരിന്റെ കാലത്ത് ബജറ്റിൽ വകയിരുത്തിയിട്ടും തീരദേശ സംരക്ഷണം പേരിനെന്നും ആക്ഷേപമുണ്ട്. തീരസംരക്ഷണത്തിൽ നഗരസഭ നടത്തുന്ന കെടുകാര്യസ്ഥതയ്ക്കെതിരെ BJP സമരം ഉടൻ ആരംഭിച്ചേക്കും. കഴിഞ്ഞ ഓഖി ദുരന്തം കഴിഞ്ഞതിന് ശേഷം 2021, 22, 23 കാലഘട്ടങ്ങളിൽ 5500 കോടി രൂപ ഇവിടുത്തെ ഈ തീരപ്രദേശത്തിനുള്ള ബഡ്ജറ്റ് മാറ്റിവെച്ചിരുന്നു. അത് ഒന്നുപോലും നടപ്പിലാക്കാൻ ഇവർ കഴിഞ്ഞിട്ടില്ല. ഇവിടെ താമസിക്കുന്ന ആയിരക്കണക്കിന് ജനവിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടി ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിക്കും. അതിന് ഇവിടുത്തെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനെതിരെയും നഗരസഭയ്ക്കെതിരെയും ശക്തമായ സമര പരിപാടികൾക്ക് BJP രൂപം കൊടുക്കാൻ പോവുകയാണ്. കാലവർഷം കനത്തതോടെ അതിശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് ലഭിക്കുന്നത്. കടൽ കയറിയതോടെ ശംഖുമുഖം, വെട്ടുകാട് ഉൾപ്പെടെ നിരവധി തീരദേശ മേഖല കടലെടുത്തിരിക്കുകയാണ്. വർഷത്തിൽ 2 തവണ ആറാട്ട് നടക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കടവാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ശംഖുമുഖത്തെ ആറാട്ട് കടവ് എന്നറിയപ്പെടുന്ന ഈ ആറാട്ട് കടവിനെ സംരക്ഷിക്കാൻ സർക്കാരോ നഗരസഭയോ കൃത്യമായ ഇടപെടൽ നൽകുന്നില്ല. ഈ കഴിഞ്ഞ മഴയിലടക്കം കനത്ത നാശനഷ്ടത്തിലേക്കും അവഗണനയിലേക്കും നീങ്ങുകയാണ് ഈ ആറാട്ട് കടവും മണ്ഡപവും. ക്യാമറാമാൻ രഞ്ജിത്ത് മോഹനൊപ്പം S. ശാലിനി, ജനം, തിരുവനന്തപുരം. സൈപ്രസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാലസിൽ ഔദ്യോഗിക വരവേൽപ്പ്. പ്രധാനമന്ത്രിക്ക് സൈപ്രസിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മക്കാരിയോസ് III നൽകി ആദരിച്ചു. ഭാരതത്തിലെ 140 കോടി ജനങ്ങൾക്കും ലഭിച്ച ആദരമാണിതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, വിവരങ്ങൾ. വീണ, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി നമുക്ക് നൽകാനുള്ളത് സൈപ്രസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് സൈപ്രസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിക്ക് സൈപ്രസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കേരിയസ് III അവാർഡ് സമ്മാനിച്ചിരിക്കുന്നു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൂളിഡീസാണ് ഈ അവാർഡ് സമ്മാനിച്ചത്, അല്ലെങ്കിൽ ഈ ബഹുമതി സമ്മാനിച്ചത്. നമുക്കറിയാവുന്നതാണ്, വിവിധ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോൾ ആ സന്ദർശനത്തിന് പിന്നാലെ വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള അംഗീകാരം അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് പുറമെ ആ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി കൂടി നൽകി ആദരിക്കുന്നത് നിലവിൽ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നിരവധിയായ 30ഓളം രാജ്യങ്ങളിൽ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ പരമോന്നത ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധ രാജ്യങ്ങൾ ഇത്തരത്തിൽ ആദരവ് പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുന്നോടിയായാണ് ഈ ആദരവ് നൽകുന്ന ആ ചടങ്ങ് പ്രസിഡന്റിൻ്റെ പാലസിലാണ് നടന്നത്. ഔദ്യോഗിക സ്വീകരണം പ്രസിഡന്റ് പാലസിൽ നടക്കുകയും ചെയ്തു. ഇന്നലെയാണ് പ്രധാനമന്ത്രി സൈപ്രസിലെത്തിയത്. സൈപ്രസിലെത്തിയതിനെ തുടർന്ന്
വിശാലമായ പല ചർച്ചകളും യോഗങ്ങളും നടക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം അവസാനം തന്നെ നിലവിൽ വരുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല ഏറ്റവും സുപ്രധാനമെന്ന് എടുത്തു പറയേണ്ടത് ഭാരതവും അതുപോലെ തന്നെ സൈപ്രസും തമ്മിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ധാരണയാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ സൈപ്രസിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായുള്ള ഒരു ധാരണയിൽ ഒപ്പിട്ടിരിക്കുന്നു. ജോയിൻറ്റ് ലിസ്റ്റിംഗ് ധാരണയാണ് ഒപ്പിട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്ത് ലിസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും സൈപ്രസിൽ ലിസ്റ്റ് ചെയ്യുന്ന ഷെയറുകൾ സ്വാഭാവികമായും ഭാരതത്തിലും ലിസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു ധാരണയാണിത്. പരസ്പരം ഈ നിക്ഷേപ സൗഹൃദം ഉറപ്പാക്കുന്ന നിക്ഷേപങ്ങൾ പരസ്പരം ശക്തമാക്കുന്നതിനും പരസ്പരം നിക്ഷേപ സൗഹൃദം ഉറപ്പാക്കുന്നതിനും സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ നടപടിയെന്നാണ് അറിയാനും സാധിക്കുന്നത്. തീർച്ചയായും അത് വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും കാര്യങ്ങളെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാര്യക്ഷമമായതും വേഗതയിലുമുള്ള ഒരു നിക്ഷേപം സൈപ്രസിൽ നിന്ന് ഭാരതത്തിലേക്ക് എത്താനുള്ള സാധ്യത വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ. മറ്റൊരു സുപ്രധാനമായ നേട്ടം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ നേട്ടങ്ങളെല്ലാം തന്നെ ഈ കഴിഞ്ഞ ഭരണപരിഷ്കാരങ്ങളിലൂടെയൊക്കെ എത്തിയ നേട്ടങ്ങളെല്ലാം തന്നെ കൃത്യമായി അവതരിപ്പിക്കുന്നതിനും ഭാരതത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും കാര്യമായ ഇടപെടൽ നടത്താനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കൃത്യമായ സന്ദേശം നൽകുന്ന നിലപാടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഭാരതത്തിൻ്റെ നേട്ടങ്ങളായ ഡിജിറ്റൽ ഇന്ത്യ അതുപോലെ തന്നെ മറ്റു സാമ്പത്തിക ഉൾച്ചേർക്കലിൻ്റെ ഭാഗമായ ജൻധൻ യോജന തുടങ്ങിയ സംഭവങ്ങളെല്ലാം തന്നെ കൃത്യമായി വിശദീകരിക്കാൻ സാധിച്ചതോടുകൂടി വലിയ തോതിലുള്ള ഒരു സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള സാധ്യത കൂടി തുറന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ സൈപ്രസ് സന്ദർശനം ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. വീണ. ഓക്കെ, ശരിയായി സർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഈ വർഷം അവസാനത്തോടെ നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡിജിറ്റൽ സാങ്കേതികവിദ്യ മുന്നേറ്റത്തിൽ ലോകത്തിന്റെ ഹബ്ബായി മാറുകയാണ് ഭാരതമെന്നും അദ്ദേഹം പറഞ്ഞു. സൈപ്രസ് സന്ദർശന വേളയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. സെൻസസിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 2027 മാർച്ച് 1 സെൻസസ് നടപടികൾ ആരംഭിക്കും. 16ാമത് സെൻസസിനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ വിലയിരുത്തിയിരുന്നു. അമ്പലപ്പുഴ വളഞ്ഞ വഴിയിൽ വാതകം നിറച്ച ടാങ്കർ തീരത്തടിഞ്ഞതിൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. തീരത്തടിഞ്ഞത് ഒഴിഞ്ഞ കണ്ടെയ്നറാണെന്ന് സ്ഥിരീകരിച്ചു. കസ്റ്റംസ് സംഘമെത്തി പരിശോധനകൾക്ക് ശേഷമാകും നീക്കം ചെയ്യുകയെന്നും കളക്ടർ വ്യക്തമാക്കി. വളഞ്ഞവഴി കാക്കാഴം തീരത്ത് നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിലെ നമ്മൾ അറിയിപ്പനുസരിച്ച് ഈ കണ്ടെയ്നർ നമ്പർ വെച്ച് വെരിഫൈ നോക്കും ഇത് MD ആണെന്നാണ് അവരുടെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ നമ്മൾ സൗണ്ട് കേട്ടിട്ട് ആ രീതിക്കാണ് തോന്നുന്നത് MD ആണ്. അപ്പം MD ആണെങ്കിലും ഇത് നിറയാണെങ്കിൽ തന്നെയും നമുക്ക് ഇതിനകത്ത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് എക്സ്പേർട്ട് ചെയ്യും. അതിന് എക്സ്പേർട്ട് ടീം സാൽവേജിൻ്റെ ടീമുണ്ട്. അപ്പോൾ അവർ തന്നെ വന്ന് ഇത് കൈകാര്യം ചെയ്യണം നമ്മൾ പറയുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുമില്ല ടോ ചെയ്ത് എവിടെയെങ്കിലും കടപ്പുറത്തോട്ട് കൊണ്ടുപോയി റീഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ക്രമീകരണം ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ക്രമീകരണം ചെയ്യാം. അത് അവർ തീരുമാനിക്കണം. എന്താണ് ഇതിനകത്തുള്ള മെറ്റീരിയൽ വ്യക്തത വരുത്തിയതിനു ശേഷം തീരുമാനിക്കേണ്ട വിഷയമാണ്. കസ്റ്റംസുകാർ വരണം. കസ്റ്റംസുകാർ വന്നേ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക്. കസ്റ്റംസുകാർ വരണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതേ പ്രൊസീജിയർ തന്നെ കസ്റ്റംസുകാർ വന്ന് ഇത് ഏറ്റെടുത്തു. അവർ അതിനകത്ത് എവിടെയെങ്കിലും റീകൺവേ ചെയ്ത് ഒന്നുകിൽ ഇവിടുന്ന് നേരിട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവിടെ ഒരു പോർട്ടിൽ എത്തിച്ച് ക്രമീകരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി കെട്ടിവച്ച തുക സ്ഥിര നിക്ഷേപം നടത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. 5.97 കോടി രൂപ ഒരു വർഷത്തേക്ക് ദേശസാൽകൃത ബാങ്കിൽ നിക്ഷേപിക്കാനാണ് ഇടക്കാല ഉത്തരവ്. അതേസമയം ചെല്ലാനം തീരത്ത് വീപ്പ അടിഞ്ഞു. മാലാഖപ്പടിയിലാണ് ഒരു വീപ്പ അടിഞ്ഞത്. അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ 3 കപ്പലിലെ കണ്ടെയ്നറുകൾക്കൊപ്പം തീരത്തടിഞ്ഞ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് തുടരുകയാണ്. കണ്ടെയ്നറുകൾ മുഴുവൻ നീക്കം ചെയ്ത ശേഷമാണ് തീരം പൂർണ്ണമായും ശുചീകരിക്കുന്നത്. ദിവസങ്ങൾക്കകം പ്രവർത്തനം പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ തീരത്തടിഞ്ഞ മുഴുവൻ കണ്ടെയ്നറുകളും ഇതിനോടകം തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു. ഒപ്പം തീരത്തെ ശുചീകരണ പ്രവർത്തനവും തുടരുന്നുണ്ടായിരുന്നു. മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള ഡീപ് വേവ് ഷിപ്പിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ദൗത്യം തുടരുന്നത്. തടിക്കഷ്ണങ്ങൾ, കോട്ടൺ പീസുകൾ, തെർമോകോൾ തുടങ്ങി നിരവധി സാമഗ്രികൾ കണ്ടെയ്നറുകൾക്കൊപ്പം തീരത്തടിഞ്ഞിരുന്നു. മുഴുവൻ അവശിഷ്ടങ്ങളും ദിവസങ്ങൾക്കകം തന്നെ നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അതായത് ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള കണ്ടെയ്നറിന്റെ എല്ലാ പീസുകളും നീക്കം ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഈ കണ്ടെയ്നറുകളിൽ നിന്ന് വീണ മെറ്റീരിയലുകൾ, അതായത് വുഡൻ പീസുകളുണ്ട്, കോട്ടൺ പീസുകളുണ്ട്, പേപ്പർ റോളുകളുണ്ട്, പിന്നെ ഈ കണ്ടെയ്നറിന്റെ തെർമോകോളിന്റെ പീസുകൾ
ടോട്ടലി റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടൽത്തീരം പുരം മൊത്തം ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദുർഘടമായ പലയിടത്തും സുരക്ഷിതമായാണ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്തത്. അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നത്. ഇതിനായി പ്രദേശവാസികളുടെ സഹായവും ടീം അംഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ജനം, കൊല്ലം. ആറന്മുള വിമാനത്താവളത്തിനായി നിശ്ചയിച്ച വിവാദ ഭൂമിയിൽ പുതിയ പദ്ധതിക്കായി KGS ഗ്രൂപ്പിന് നീക്കം. ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായി KGS ഗ്രൂപ്പ് IT വകുപ്പിനെ സമീപിച്ചു. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വേണമെന്നാണ് ആവശ്യം. പദ്ധതിക്ക് കൃഷിവകുപ്പ് എതിർപ്പ് അറിയിച്ചു. ആറന്മുള വിമാനത്താവളത്തിനെതിരെ ജനകീയ പ്രതിഷേധമുയർന്ന അതേ ഭൂമിയിലാണ് പുതിയ പദ്ധതിക്കും നീക്കം നടത്തുന്നത്. വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, വിവരങ്ങൾ എന്താണ്? നിലവിൽ ഈ പദ്ധതി ഏറെ വിവാദമായ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്താണ് പുതിയ പദ്ധതിക്ക് KGS ഗ്രൂപ്പ് നിലവിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. IT വകുപ്പിനാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. IT വകുപ്പ് നിലവിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ തേടി റവന്യൂ വകുപ്പിനും ഒപ്പം തന്നെ കൃഷി വകുപ്പിനും നിലവിലെ സാഹചര്യം എന്താണ്, അത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് അനുമതി നൽകാൻ കഴിയുമോ എന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായം തേടി റവന്യൂ വകുപ്പിനും കൃഷി വകുപ്പിനും കത്ത് നൽകിയിരിക്കുകയാണ്. നിലവിൽ കൃഷി വകുപ്പ് ഇത് എതിർത്ത് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. ഒരു കാരണവശാലും ആ പദ്ധതി അത്തരത്തിലുള്ള ഒരു പദ്ധതി അവിടെ അനുവദിക്കാൻ സാധിക്കില്ല. കാരണം തണ്ണീർത്തട പ്രദേശമാണ്, വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശമാണ് എന്ന സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തന്നെയാണ് കൃഷി വകുപ്പ് നൽകിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കൃഷി വകുപ്പ് എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ്. KGS ഗ്രൂപ്പ് പുതിയ കമ്പനിയുടെ പേരിലാണ് ഇപ്പോൾ നിലവിൽ IT വകുപ്പിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു 10 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആറന്മുള പദ്ധതി പ്രദേശത്ത് വീണ്ടും പുതിയ പദ്ധതി നിർമ്മാണവുമായി അല്ലെങ്കിൽ പദ്ധതിവൽക്കരണവുമായി തന്നെയാണ് KGS ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ സർക്കാർ തലത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളും ആവശ്യമാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ IT വകുപ്പിന് അപേക്ഷ നൽകിയിരിക്കുന്നു. IT വകുപ്പ് നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിനോടും കൃഷി വകുപ്പിനോടും കാര്യങ്ങൾ അഭിപ്രായം തേടി. എന്തായിരുന്നാലും കൃഷി വകുപ്പ് കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. കൃഷി വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. നിലവിൽ ഈ പദ്ധതി പ്രദേശത്ത് അധികമായി തന്നെ 90% 344 ഏക്കർ ഭൂമിയാണ് ആ പ്രദേശത്തുള്ളത്. ആ സ്ഥലത്ത് ഒരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പദ്ധതികൾ ആരംഭിക്കാൻ സാധിക്കില്ല. ഇവിടെ വെള്ളപ്പൊക്ക പ്രദേശമാണ്. ആ പ്രദേശത്ത് ഒരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് കൃഷി വകുപ്പ് ഇപ്പോൾ അഭിപ്രായമായി പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും സർക്കാരാണ് ഇതിൽ അന്തിമമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടത്. നേരത്തെ തന്നെ നമുക്കറിയാം ആറന്മുള സമരസമിതിയുമായി ബന്ധപ്പെട്ട ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരസമിതി എന്ന പേരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം തന്നെ സാംസ്കാരിക നേതാക്കളുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങളായിരുന്നു വിമാനത്താവള പദ്ധതി അവിടെ തുടങ്ങാൻ പോകുന്ന സാഹചര്യത്തിൽ ഉണ്ടായത്. ആ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ഈ പരിസ്ഥിതിക പ്രശ്നങ്ങൾ പോലും പരിശോധിക്കാതെയുള്ള നിലപാടായിരുന്നു KGS ഗ്രൂപ്പിന്റെ ഉണ്ടായത്. ആ ഘട്ടത്തിൽ തന്നെയാണ് ജനങ്ങൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും ഇത്തരത്തിലുള്ള ഒരു സമരസമിതിക്ക് രൂപം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നതും. ആ സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ അതൊന്ന് തണുത്ത് വിവാദങ്ങൾ കെട്ടടങ്ങുന്ന ഘട്ടത്തിൽ തന്നെയാണ് KGS ഗ്രൂപ്പ് പുതിയ കമ്പനിയുടെ പേരിൽ പുതിയ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നിലവിൽ ഈ വിമാനത്താവള പദ്ധതി തുടങ്ങുന്ന സമയത്ത് ഈ തണ്ണീർത്തട പ്രദേശങ്ങളിലെല്ലാം തന്നെ മണ്ണിട്ട് നികത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് പോലും കോടതിയുടെ ഹരിത ട്രിബ്യൂണലിൻ്റെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. ഒരു കാരണവശാലും നിലവിൽ ആ പ്രദേശത്ത് മണ്ണിട്ട് നികത്താൻ പാടില്ല, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ ഏത് സ്ഥിതിയിലായിരുന്നോ ഈ പ്രദേശമുണ്ടത് ആ സ്ഥിതിയിലേക്ക് മാറ്റാൻ, നേരത്തെ മണ്ണിട്ട് നികത്തിയ പ്രദേശങ്ങൾ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിക്കണമെന്ന ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവുണ്ടായിരുന്നു, കോടതിയുടെ ഉത്തരവുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നിലനിൽക്കെ തന്നെ അന്ന് നികത്തിയ മണ്ണ് പോലും മാറ്റുന്ന സാഹചര്യമുണ്ടായി. ആ പ്രദേശത്താണ് വീണ്ടും ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KGS ഗ്രൂപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. അത് IT വകുപ്പിനാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിലെ സാഹചര്യത്തിൽ കൃഷി വകുപ്പ് ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ശരി വിനീഷ്, ഏതായാലും കൃഷി വകുപ്പിന്റെ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെങ്കിൽ പോലും ഈ പദ്ധതിയുടെ അപേക്ഷ നിലനിൽക്കുകയാണ്. ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതി എന്ന പേരിലാണ് KGS ഗ്രൂപ്പ് IT വകുപ്പിനെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്. ശബരിമലയിൽ അരവണ നീക്കാൻ അത്യാധുനിക കൺവെയർ ബെൽറ്റുകൾ സ്ഥാപിക്കും. ബോർഡ് മീറ്റിംഗിൽ ഇത് സംബന്ധിച്ച തീരുമാനമായി. കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് ജനം TVയോട് പറഞ്ഞു. സന്നിധാനത്തെ അരവണ പ്ലാന്റിൽ നിന്ന് മാളികപ്പുറം വലിയ നടപ്പന്തലിന് സമീപമുള്ള 2 കെട്ടിടങ്ങളിലേക്കും ഇവിടെ നിന്ന് സന്നിധാനത്തെ വിതരണ കൗണ്ടറിലേക്ക് തിരിച്ചും അരവണ എത്തിക്കുവാനുള്ള 2-വേ സിസ്റ്റം കൺവെയർ ബെൽറ്റാണ് സ്ഥാപിക്കുക.
വൈദ്യുതിയിലും സോളാറിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന പദ്ധതിക്ക് 5 കോടിയിലധികം ചെലവ് വരും. കോടതി അനുമതി നൽകിയാൽ ഉടൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ഇതോടെ അരവണ ഉത്പാദനത്തിലും വിതരണത്തിലും വർധനവുണ്ടാകുമെന്നും ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അപ്പോൾ അതൊരു 3.5 ലക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ളൊരു കപ്പാസിറ്റി കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു 3-4 കോടി രൂപ ചിലവ് വരും. അത് കോടതിയുടെ അനുമതിക്കായി കൈമാറിയിട്ടുണ്ട്. ബോർഡിലത് തീരുമാനമായിട്ടുണ്ട്. ബോർഡിൽ തീരുമാനിച്ച് കോടതിയുടെ പെർമിഷന് വേണ്ടി കൈമാറിയിട്ടുണ്ട്. കാരണം 20 ലക്ഷം രൂപയുടെ അധികം വരുന്ന വർക്കുകൾക്കൊക്കെ കോടതിയുടെ പെർമിഷൻ വേണം. കോടതിയുടെ പെർമിഷന് വേണ്ടി കൈമാറിയിട്ടുണ്ട്. അനുമതി കിട്ടിയ ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഉറപ്പായിട്ടും. കാരണം ഞങ്ങൾക്ക് ശരാശരി കഴിഞ്ഞ പ്രാവശ്യം 3.5 ലക്ഷം വേണ്ടി വന്നു. അപ്പോൾ അത് പ്രതിദിനം 3.5 ലക്ഷം 3.5 വരെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്രശ്നമില്ല. മാളികപ്പുറത്തെ ഗോഡൌണിലും വിതരണ കേന്ദ്രത്തിലും ഉൾപ്പെടെ 4 ഡ്രോപ്പിംഗ് പോയിന്റുകളാണുള്ളത്. അരവണ പ്ലാന്റിൽ നിന്ന് ശബരിമല ക്ഷേത്രത്തിന് പിൻഭാഗത്തുകൂടി ഫ്ലൈ ഓവറിനടിയിലൂടെ മാളികപ്പുറത്തേക്ക് ബെൽറ്റ് സ്ഥാപിക്കാനാണ് പദ്ധതി. ഇതിനായി പ്രത്യേക തൂണുകളോ സ്ഥലമോ ആവശ്യമില്ല. 1 മിനിറ്റിൽ 500 ടിൻ അരവണ മാളികപ്പുറം ഗോഡൌണിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ച് ചക്രങ്ങളോ ഗ്രീസോ ഉപയോഗിക്കാതെ ബുഷിലാണ് പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായ ബെൽറ്റിന്റെ പ്രവർത്തനം. മുൻവർഷങ്ങളിൽ ഇവിടേക്ക് അരവണ എത്തിച്ചിരുന്നത് ട്രാക്ടറിലാണ്. ദേവസ്വം ബോർഡിന്റെ കൂടാതെ സ്വകാര്യ ട്രാക്ടറുകളും ഇതിനായി ഉപയോഗിച്ചിരുന്നു. ജനം, സന്നിധാനം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ തറക്കല്ലിടൽ അടുത്ത മാസം. മുഖ്യമന്ത്രി അധ്യക്ഷനായ വന്യജീവി ബോർഡ് യോഗത്തിൽ പദ്ധതിക്ക് അനുമതി ലഭിക്കും എന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. സംസ്ഥാന അനുമതിക്ക് പുറമെ കേന്ദ്ര അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. ശബരിമല റോപ്പ് വേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ പ്രധാനമായും 2 കടമ്പയാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഒന്ന്, ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലുള്ള വന്യജീവി ബോർഡ് പദ്ധതിക്ക് അനുമതി നൽകുക, തുടർന്ന് കേന്ദ്ര അനുമതി ലഭിക്കുക. കഴിഞ്ഞ 2 തവണ വന്യജീവി ബോർഡ് യോഗം ചേർന്നപ്പോഴും റോപ്പ് വേ വിഷയം അജണ്ടയിലുണ്ടായിരുന്നു. പക്ഷേ പരിഗണിച്ചില്ല. കാരണമെന്തെന്ന് വ്യക്തവുമല്ല. ഇനി എല്ലാ പ്രതീക്ഷയും ബുധനാഴ്ച ചേരുന്ന യോഗത്തിലാണ്. നിലവിലത് നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രിയുടെ സാങ്കേതികമായ വിഷയം മാത്രമാണ്. ഒരു വെൽഫെയർ ബോർഡ് ആ ബോർഡിലൊന്ന് പാസ്സാക്കി കേന്ദ്രത്തിലേക്ക് വനം പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് കൈമാറണം. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും. എന്തായാലും അടുത്ത മാസത്തോടുകൂടി തന്നെ നമുക്ക് തറക്കല്ലിടാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മാർച്ചോടുകൂടി റോപ്പ് വേ പദ്ധതി തറക്കല്ലിടുമെന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത്. പക്ഷേ അതിന് ഇടയിലാണ് വന്യജീവി ബോർഡ് അനുമതി വൈകിപ്പിച്ചത്. അനുമതി ലഭിച്ചാൽ മഴക്കാലവും മണ്ഡലകാലവും ഒഴികെ 24 മാസം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കാമെന്നാണ് കരുതുന്നത്. ജനം, കൊച്ചി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. തെക്കൻ മധ്യകേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. അതേസമയം വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. ശ്രീനന്ദ ചേരുന്ന വിവരങ്ങളുമായി. ശ്രീനന്ദ, പുതിയ മുന്നറിയിപ്പ് പ്രകാരം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വീണ, വടക്കൻ ജില്ലകളിലെല്ലാം തന്നെ അതിതീവ്ര മഴയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. വടക്കൻ ജില്ല മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതുപോലെ തന്നെ 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തന്നെയാകും വരും മണിക്കൂറിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും കടൽക്കയറ്റം ഇപ്പോൾ കൂടുതലായി നിൽക്കുന്ന ഒരു സമയമാണ്. അതിൽ വരും മണിക്കൂറിൽ കടൽ കയറാനുള്ള സാധ്യതകൾ അതിഭീകരമാണ് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ തീരപ്രദേശ പഠന വകുപ്പും സമുദ്ര ഗവേഷണ പഠന വകുപ്പും ഇത് തന്നെയാണ് പറയുന്നത്. അതിശക്തമായ മഴ തന്നെയായിരിക്കും. അതുപോലെ തന്നെ കടൽക്കയറ്റവുമായിരിക്കും തുടർന്നുള്ള വരും മണിക്കൂറുകളിലെല്ലാം തന്നെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാവുക. ഇനിയും അലേർട്ടുകളിൽ മാറ്റം സംഭവിക്കാം. ഈ യെല്ലോ അലേർട്ട് ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽ ഓറഞ്ച് അലേർട്ട് ആകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം മഴ എങ്ങനെയായിരിക്കാം, എപ്പോൾ എന്ത് സംഭവിക്കാം എന്നുള്ളൊരു ഇതിൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല.
അതുകൊണ്ട് തന്നെ വ്യക്തതക്കുറവുകളുണ്ട്. ഈ മലയോര മേഖലകളിൽ എന്തായാലും തന്നെ ശക്തമായ മഴ തന്നെയായിരിക്കും വരും മണിക്കൂറിൽ ഉണ്ടാവുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റെഡ് അലേർട്ട് ഇതുവരെ വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ വരും മണിക്കൂറുകളിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. വീണ. ഓക്കെ, ശരി ശ്രീനന്ദ. അംഗം മുറുകുന്നു. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ. പ്രചാരണം ശക്തമാക്കി പ്രധാന മുന്നണികൾ. പ്രതികൂല കാലാവസ്ഥ പ്രചാരണത്തിന് വെല്ലുവിളിയാകുന്നു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. പ്രചാരണം അവസാനഘട്ടമെത്തിയതോടെ പ്രധാന മുന്നണികളെല്ലാം വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. NDAയും LDFിൻ്റെയും UDFിൻ്റെയും പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിൽ പ്രചാരണവുമായി സജീവം. ഒപ്പം കളം പിടിക്കാൻ PV അൻവറും രംഗത്തുണ്ട്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താനെ രംഗത്തിറക്കിയായിരുന്നു ഇന്നലത്തെ PV അൻവറിൻ്റെ പ്രചാരണം. ഒരു ഭാഗത്ത് പ്രചാരണം ചൂടുപിടിക്കുമ്പോഴും മറുഭാഗത്ത് കനത്ത മഴ ആവേശം തണുപ്പിക്കുന്നുണ്ട്. ഇന്നും ജില്ലയിൽ റെഡ് അലർട്ടാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സജ്ജമാക്കുന്ന കമ്മീഷനിംഗ് പ്രക്രിയ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി. ഉപതെരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കാൻ 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. കൂടാതെ ഒരു കമ്പനി കേന്ദ്രസേനയുമുണ്ട്. 2,32,000 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ആകെയുള്ളത്. 1,13,613 പുരുഷന്മാരും 1,18,760 വനിതാ വോട്ടർമാരും മണ്ഡലത്തിലുണ്ട്. 7,787 പേരാണ് പുതിയ വോട്ടർമാർ. ആകെ 263 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ജനം, നിലമ്പൂർ. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പരസ്യ പ്രചാരണം അവസാന ലാപ്പിൽ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥി. ഇടത് വലത് മുന്നണികൾ അവസാന ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും കൂട്ടുപിടിച്ച് പ്രീണന രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്ന് മോഹൻ ജോർജ് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന് പ്രിയങ്ക വാദ്ര വ്യക്തമാക്കണമെന്ന് BJP നേതാവ് നവ്യ ഹരിദാസും പറഞ്ഞു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം തുടരുകയാണ്. പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് അദ്ദേഹം പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ്. എങ്ങനെയാണ് ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ? അവസാന ഘട്ടത്തിൽ ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഇവിടെ ഉണ്ട്. തുഷാർജി ഉണ്ട്. എല്ലാ നേതാക്കന്മാരും ഉണ്ട്. നവ്യ ഞങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. അപ്പം എല്ലാവരും നല്ല സജീവമായ രംഗത്തുണ്ട്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. ഇവിടെ ഒരു വലിയ മാറ്റം വരുവാൻ ഉള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. ഈ പ്രധാനമായിട്ടും ജനകീയ വിഷയങ്ങളൊക്കെ ഒരുപാടുണ്ട്. വന്യജീവി പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ നിലമ്പൂർ ബൈപ്പാസ് എപ്പോഴും ബ്ലോക്കാണ്. അത്തരം വിഷയങ്ങളൊന്നും ചർച്ചയാക്കാതെ പ്രധാനമായിട്ടും ഈ SDPI അതുപോലെ തന്നെ PDP, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ വർഗീയ കക്ഷികളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ചർച്ചകൾ നടക്കുന്നത്. ഇടത് വലത് മുന്നണികൾ അത്തരം വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയാക്കുന്നത് തോന്നുന്നത്. അവർ ആ വിഷയം മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ ഇവിടുത്തെ വികസനമാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജിയുടെ വികസിത ഭാരതം എന്ന മുദ്രാവാക്യത്തിന് ചുവട് പിടിച്ചുകൊണ്ട് വികസിത നിലമ്പൂർ എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ നമ്മുടെ പ്രകടന പത്രിക ഇവിടെ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് നിലമ്പൂരിൻ്റെ വികസനമാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ നിലമ്പൂരിൻ്റെ വികസനത്തിൽ ഊന്നിയാണ് ഞങ്ങളുടെ പ്രകടന പത്രികയും ഞങ്ങളുടെ പ്രവർത്തനവും ഞങ്ങളുടെ പ്രചരണവും. ഈ പ്രിയങ്ക ഉൾപ്പെടെ ഇവിടെ ഇപ്പോൾ സജീവമായിട്ട് 2 ദിവസമായിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി PDP 2 കാര്യങ്ങളെക്കുറിച്ചാണ് വലിയ ചർച്ചകൾ വരുന്നത്. അപ്പം അതിൽ പ്രിയങ്കയോടൊക്കെ എന്താണ് BJPക്ക് ചോദിക്കാനുള്ളത്? സാധാരണ BJP ആണ് ഒരു വർഗീയ പാർട്ടി എന്നുള്ള നിലയിൽ ചിത്രീകരിക്കാറ്. പക്ഷേ ഇവിടുത്തെ നിലമ്പൂരിലെ സാഹചര്യം വന്ന സമയത്ത് അത് LDFും UDFും അത് തെളിയിച്ചിരിക്കുകയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടും അത് സ്വീകരിച്ചുകൊണ്ടും കോൺഗ്രസ് ഒരു വശത്ത് മുൻപോട്ട് പോകുമ്പോൾ LDFിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് PDPയുടെ പിന്തുണയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞിരുന്ന ആളുകൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഈ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് നമുക്കറിയാം. മതപ്രീണനം അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് തന്നെയാണ് ഇന്ന് കോൺഗ്രസ് മുതിരുന്നത്. മുൻപുണ്ടായിരുന്ന ആശയത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു ആശയമാണ് ഇന്ന് കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രിയങ്ക ഗാന്ധി MP തന്നെ വിശദീകരിക്കേണ്ടതാണ്. ദേശീയ തലത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കണം. ദേശീയ തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാർട്ടി നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവൊക്കെ മുൻപുണ്ടായിരുന്നു. പക്ഷേ അത് അന്നത്തെ പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഇന്ന് അതിൻ്റെ മുഖമുദ്ര മാറ്റി ഒരു നല്ലൊരു ലേബൽ ഒട്ടിച്ചുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ സഹായങ്ങൾ വാഗ്ദാനങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി മുൻപോട്ട് പോകുന്നത്.
തന്നെയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമി വോട്ടുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രിയങ്ക ഉൾപ്പെടെ നിലപാട് വ്യക്തമാക്കണമെന്നുള്ളതാണ് ഈ അവസാന ഘട്ടത്തിലും BJP പറയുന്നത്. ഒപ്പം തന്നെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഈ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെയും BJP നയിച്ചുകൊണ്ടിരിക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ. വയനാട് നല്ലൂർനാട് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ദന്തരോഗ വിഭാഗം പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുന്നു. നിരവധി ആളുകളാണ് ഈ ആശുപത്രിയെ ഓരോ ദിവസവും ആശ്രയിക്കുന്നത്. ആശുപത്രി പ്രവർത്തിക്കാത്തതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ക്യാൻസർ ചികിത്സയ്ക്കെത്തുന്ന രോഗികളിൽ ഉണ്ടാകുന്ന ദന്ത ചികിത്സ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ആഴ്ചയിൽ 3 ദിവസം നല്ലൂർനാട് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ദന്തവിഭാഗം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ക്യാൻസർ രോഗികൾക്ക് പുറമെ നിരവധി രോഗികൾക്ക് ഇവിടെ ചികിത്സ ലഭിച്ചിരുന്നു. കഴിഞ്ഞ 3 മാസമായി ഈ ആശുപത്രിയിൽ സാങ്കേതിക കാരണം പറഞ്ഞ് ദന്തൽ വിഭാഗം പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. നിരവധി രോഗികൾ എത്തിയിരുന്ന ആശുപത്രിയാണ് ഇത്തരത്തിൽ മാസങ്ങളായി അടഞ്ഞു കിടക്കുന്നത്. വയനാട് ജില്ലാ ക്യാൻസർ സെന്ററിലെ ദന്തൽ OP വിഭാഗം ആഴ്ചയിൽ 3 ദിവസം ഡോക്ടറുടെ സേവനം ഉണ്ടായിരുന്നു. എന്നാൽ ഏകദേശം ഇപ്പോൾ 5-8 മാസമായിക്കൊണ്ട് ദന്തൽ OP ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നു. നിരവധിയായിട്ടുള്ള രോഗികളാണ് ഇത്തരത്തിലുള്ള സേവനം ലഭിക്കാത്തത് കാരണം സ്വകാര്യ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ മാനന്തവാടിയെല്ലാം പോയി ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികളും ആരോഗ്യവകുപ്പ് ഇടപെട്ടുകൊണ്ട് പരിഹരിച്ച് ഡോക്ടറുടെ സേവനം എത്രയും പെട്ടെന്ന് ഇവിടെ നടപ്പിലാക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ്. ആധുനിക രീതിയിലുള്ള ലക്ഷങ്ങളുടെ മിഷനറികളാണ് ഇത് കാരണം തുരുമ്പെടുത്ത് നശിക്കുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ദന്തൽ യൂണിറ്റിന്റെ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജനം, വയനാട്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചോർച്ച. കണ്ണ് ശസ്ത്രക്രിയ നടത്തുന്ന തിയേറ്ററിലാണ് ചോർച്ചയുണ്ടായത്. 8 പേർക്ക് രാവിലെ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നു. ചോർച്ചയെ തുടർന്ന് ഇത് മാറ്റിവെച്ചു. കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്തെ ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം ആശുപത്രിക്ക് ഉള്ളിലേക്ക് മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിലെ കേന്ദ്രം പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ആശുപത്രിക്ക് ഉള്ളിൽ തന്നെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ചികിത്സ തേടിയെത്തുന്നവർക്ക് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. ബീച്ച് ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗത്തിനടുത്ത് വേസ്റ്റ് റിഫോമിംഗ് ബിൽഡിംഗിലാണ് ലഹരി വിമുക്ത ചികിത്സാ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കേന്ദ്രത്തിന്റെ പരിസരം ലഹരി ഉപയോഗിക്കുന്നവരുടെ താവളമായി മാറുന്നതായി ആരോപണമുണ്ടായിരുന്നു. ആശുപത്രിയിലെത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം അടക്കം ചൂണ്ടിക്കാട്ടി ആശുപത്രി സൂപ്രണ്ടിനും ജില്ലാ കളക്ടർക്കുമടക്കം പരാതികൾ ലഭിച്ചിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രം ഇവിടെ നിന്ന് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചത്. എന്നാൽ പ്രവർത്തനം ആശുപത്രിക്കുള്ളിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് പൗരാവകാശ സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. ലഹരി വിമുക്തി തേടിയെത്തുന്നവർക്ക് എങ്കിൽ മാത്രമേ മതിയായ ചികിത്സ ലഭിക്കുകയുള്ളൂ എന്നും ഭാരവാഹികൾ പറയുന്നു. സംസ്ഥാനത്ത് ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന 9 ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും ഇവർ പറയുന്നു. കേരളത്തിൽ തന്നെ 11 സ്ഥലങ്ങളിൽ 9 സ്ഥലങ്ങളിലും ഇത് സർക്കാർ ആശുപത്രിയുടെ അകത്താണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും ഈ ഒരു കേന്ദ്രത്തെ പുറത്താക്കിയാലും അവിടെ ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ഒരിക്കലും മാറുന്നതല്ല. അതുകൊണ്ട് തന്നെ മറ്റ് കേന്ദ്രങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഈ OST ഈ വിമുക്ത ചികിത്സാ കേന്ദ്രത്തെ ആശുപത്രിയുടെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് മറ്റ് ഇടങ്ങളിൽ പോലെ തന്നെ സുരക്ഷാ സംവിധാനം ഒരുക്കി വളരെ സുഗമമായ രീതിയിൽ ഇത് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന തരത്തിൽ OP വിഭാഗം മാതൃകയിൽ ആശുപത്രിക്കുള്ളിൽ സജ്ജീകരണം ഒരുക്കണമെന്നാണ് ആവശ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന 11 OST വിമുക്ത ചികിത്സാ കേന്ദ്രങ്ങളിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും കൊച്ചിയിലും മാത്രമാണ് സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ചികിത്സാ കേന്ദ്രം പുറത്ത് പ്രവർത്തിക്കുന്നത്. ആവശ്യവുമായി ആരോഗ്യമന്ത്രിക്കടക്കം നിവേദനം നൽകിക്കഴിഞ്ഞു. ജനം, കോഴിക്കോട്. തൃശൂർ ചാലക്കുടിയിൽ വൻ തീപിടുത്തം. നോർത്ത് ചാലക്കുടിയിലെ ഊക്കൻസ് പെയിന്റ് ഗോഡൌണിനാണ് തീപിടിച്ചത്. ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, മാള എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ മാർട്ടിൻ ഊക്കൻ അറിയിച്ചു.
രാവിലെ 8 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തീ പിടിക്കുന്ന പെയിന്റും അനുബന്ധ ഉൽപ്പന്നങ്ങളും സൂക്ഷിക്കുന്ന ഗോഡൌണാണ് തീപിടിച്ചത്. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം തീ ആളിപ്പടർന്നു. ഇതിനിടെ നാട്ടുകാർ ചാലക്കുടി പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സും പോലീസും എത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീയണയ്ക്കാനുള്ള ശ്രമം തുടങ്ങി. ഇതിനിടെ സ്ഥാപനത്തിന്റെ താഴത്തെ നിലയിലെ പെയിന്റ് ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമവും നടത്തി. ഇത് തീപിടുത്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചു. ഇതിനിടെ പെയ്ത മഴയും തീപടർന്ന് കുറയ്ക്കാൻ സഹായിച്ചു. പിന്നാലെ പുതുക്കാട്, മാള, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തി. തൊട്ടടുത്ത ഗ്യാസ് ഗോഡൌണിലേക്ക് തീ പിടിക്കുമോ എന്ന ആശങ്കയും ഉടലെടുത്തു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഗോഡൌണിലെ ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റിയതിനാൽ ആശങ്ക ഒഴിവായി. ഇതിനിടെ സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളും ഫയർഫോഴ്സ് സ്വീകരിച്ചു. ഒടുവിൽ 2 മണിക്കൂറോളം പണിപ്പെട്ടാണ് ചാലക്കുടി നഗരത്തെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. ഏകദേശം 5 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു. അതേസമയം കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമാകൂ എന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. ജനം, തൃശൂർ. കാസർകോട്ട് വീണ്ടും വാട്സാപ്പ് വഴി മുത്തലാഖ് ചൊല്ലിയതായി പരാതി. ദേലമ്പാടി സ്വദേശി ഖദീജയാണ് പരാതിക്കാരി. അബുദാബിയിലുള്ള ഭർത്താവ് ലത്തീഫാണ് മുത്തലാഖ് ചൊല്ലിയത്. സ്ത്രീധനത്തിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി പരാതിയിൽ പറയുന്നു. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.